അവൽ ഉപയോഗിച്ച് തേങ്ങയൊന്നും ചേർക്കാതെ നല്ല അടിപൊളി ഒരു അപ്പം തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു കപ്പ് അവൽ എടുക്കുന്നുണ്ട്. അത് നല്ല രീതിയിൽ 2-3 പ്രാവശ്യം ഒന്ന് കഴുകി എടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു അരമണിക്കൂർ കുതിരാനായിട്ട് മാറ്റി വെക്കുക. അവലൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്ന് കഴിയുമ്പം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ല രീതിയിൽ അരച്ചെടുക്കണം. ഒരുപാട് ലൂസായി പോകാത്ത രീതിയിൽ വേണം കേട്ടോ അരച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് അതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പൊ അതിനായിട്ട് ഒരു കപ്പ് അവലിന് 2 കപ്പ് അരിപ്പൊടി എന്നുള്ള കണക്കിലാണ് ചേർക്കുന്നത്. അപ്പൊ കുറേശ്ശെ മിക്സിയുടെ ജാറിലിട്ടിട്ട് വെള്ളവും കൂടെ ഒഴിച്ച് അതിലേക്ക് 1 സ്പൂൺ പഞ്ചസാരയും 1/4 ടീസ്പൂൺ ഈസ്റ്റും കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ അരച്ചെടുക്കാം. അരച്ചെടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി അടച്ചു വെച്ച് ഒരു 7 മണിക്കൂറിന് ശേഷം തുറന്നു നോക്കുമ്പോൾ മാവൊക്കെ നന്നായി പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ടാവും. ഇനി മാവ് വേഗം പുളിക്കണം എന്നുണ്ടെങ്കിൽ ഈസ്റ്റിന്റെ അളവ് കുറച്ചൊന്ന് കൂട്ടിയാൽ മതി. ഇനി ഒരു പാൻ വെച്ച് അത് ചൂടായി വരുമ്പോൾ നമ്മുടെ മാവ് കോരി ഒഴിച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് അപ്പം ചുട്ടെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള അവലപ്പം ഇവിടെ നമുക്ക് റെഡി ആയിട്ട് കിട്ടും. ഇതുവരെ അവല് കൊണ്ട് ഇതുപോലൊരു അപ്പം ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം ആണ് കേട്ടോ ഇത്. നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പമാണ്.